Hello dear students, welcome back. So, ഈ ഒരു സെഷനിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്, സ്കൂൾ തലം തൊട്ടേ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. SP2, SP3 ഹൈബ്രിഡൈസേഷൻ മെയിനായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടേ നന്നായിട്ട് പഠിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിനകത്ത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിത് നോക്കി കാണുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ SP3 ഹൈബ്രിഡൈസേഷൻ ടെട്രാഹീഡ്രൽ ജോമെട്രി കൊടുത്തതെന്നും അതുപോലെ SP2 ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചർ വന്നതെന്നും SPക്ക് ലീനിയർ ഷേപ്പ് വന്ന എങ്ങനെയാണെന്നും ഒക്കെ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന വേരിയേഷണൽ മെത്തേഡ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് എടുക്കുന്നത്. ബട്ട് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നോക്കുക, ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓർബിറ്റൽസ് ഓഫ് ദ സെയിം ആറ്റം. ഒരേ ആറ്റത്തിന്റെ തന്നെ ഓർബിറ്റൽസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ച മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിലും എല്ലാം വരുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കമ്പൈനിങ് ആറ്റംസ് ആണ്. രണ്ട് ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ടുവരുന്ന രീതിയിലാണ് പറഞ്ഞത്. ബട്ട് ഇവിടെ വരുന്നത് എന്താണ്, the linear combination of the orbitals of the same atom is called hybridization. Okay, and ഇവിടെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഇതെന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് n അറ്റോമിക് ഓർബിറ്റൽസ് ജനറേറ്റ് n ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതായത് 3 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതുപോലെ 4 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരും. അതുപോലെ 2 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്, വി വിൽ ഗെറ്റ് 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, നൗ the hybrid orbitals have better directional properties and can form stronger bonds. Okay, these hybrid orbitals have better directional properties and can form stronger bonds. Then another important characteristic is that hybrid orbitals are not only orthogonal but also equivalent, which means that a symmetry operation of the molecule can transform one hybrid orbital into another. Okay, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ ഓർത്തോഗണാലിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. സൈ ഇൻ്റഗ്രൽ psi1 സ്റ്റാർ h cap psi i psi j. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പാണ്, അതായത് ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്നത്. സോറി, ഇതല്ല ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് integral psi i star psi j into d tau is equal to 0. ഇതാണ് ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്നത്. രണ്ട് ഓർബിറ്റൽസ് തമ്മിൽ എങ്ങനെയായിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും. ഓർത്തോഗണൽ എന്ന് പറയുന്നത് എന്താണ് കണ്ടീഷൻ, ഇൻ്റഗ്രൽ psi i star psi j d tau is equal to 0 എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. നോർമാലിറ്റി നോർമൽ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, psi i star psi i, കണ്ടോ, രണ്ടും i തന്നെയാണ്, സെയിം വേവ് ഫംഗ്ഷൻസ് ആണ്. d tau is equal to 1. ഇതാണ് നോർമൽ കണ്ടീഷൻ. ഇതെന്ന് പറയുന്ന രണ്ട് വേവ് ഫംഗ്ഷൻ ആണ്, psi i യും psi j യും. ഓക്കെ, അപ്പൊ ഹൈബ്രിഡ് ഓർബിറ്റൽസ് തമ്മിൽ എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്, ദേ ആർ മ്യൂച്വലി ഓർത്തോഗണൽ ആൻഡ് ആർ ഇക്വലന്റ്, which means that a symmetry operation of the molecule can transform one hybrid orbital into another. Now, another important factor is that hybrid orbitals can form equivalent bonds. So, these are the important parameters or the important characteristics regarding this hybridization. Now, let's begin with the sp hybridization. Here നമുക്കറിയാവുന്ന എന്താണ്, the combination of one s orbital and a p orbital giving two hybrid orbitals of psi1 and psi2. Okay, yes, s orbitalum p orbitalum എങ്ങനെ കമ്പൈൻ ചെയ്തു, ലീനിയർലി കമ്പൈൻ ചെയ്ത
രണ്ട് hybrid orbitals form ചെയ്യുന്നു. Okay, that is phi 1 and phi 2. Therefore, since it's a linear combination of s and p orbital, we can write psi 1 is equal to a1s plus b1p. s എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്, വേവ് ഫംഗ്ഷൻ ഓഫ് s ഓർബിറ്റലും p എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ഓഫ് p ഓർബിറ്റലും ആണ്. Okay, and similarly രണ്ടെണ്ണം ഉണ്ടല്ലോ, psi 1 psi 2 ഉണ്ട്. That is psi 2 is equal to a2s plus b2p. Okay, now the values of the linear combination of coefficients a1, a2, b1 and b2 may be determined by the following consideration. The our next task is to find out the values of these coefficients a1, b1, a2, b2. ഈ കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ അവരെ കണ്ടുപിടിക്കാൻ പോകുന്നത്? That is, first condition is that psi 1 and psi 2 are normalized. Psi 1 and psi 2 എങ്ങനെയായിരിക്കണം? They should be normalized. Then similarly, there is psi 1 normalized എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രൽ psi 1 star psi d2 psi 1 d2 is equal to 1. Similarly, integral psi 2 star psi 2 d2 is equal to 1. Okay, then these psi 1 and psi 2 are orthogonal to each other. This psi 1 and psi 2 must be orthogonal to each other. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എങ്ങനെയാണ് ഓർത്തോഗണാലിറ്റി വരുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. Okay, now the next important factor is that is a1 square plus b1 square, that is coefficient inde, അതായത് അത് വരുന്നത് ഈ a1 square plus b1 square is equal to 1 എന്ന് നമ്മൾ വെറുതെ എഴുതിയിരിക്കുന്നില്ല. ഇത് വരുന്നത് നമ്മുടെ ഈ ഫസ്റ്റ് ഇതുണ്ടല്ലോ, നോർമലൈസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, ഈ നോർമലൈസ്ഡ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ. അതായത് നമ്മൾ ഇതിനെ അങ്ങോട്ട് സ്ക്വയർ ചെയ്യാണ്. ഇന്റഗ്രൽ psi 1 സ്ക്വയർ d2 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരേപോലെയുള്ള ടേംസ് വരും, ചിലത് 0 ആയിട്ടും പോകും. ലാസ്റ്റിൽ കിട്ടുന്ന എന്താണ്? a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഇസ് ഈക്വൽ ടു 1. സിമിലർലി a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ആൻഡ് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ നമ്പർ 2 എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, ആ കണ്ടീഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് a1 a2 പ്ലസ് b1 b2 ഇസ് ഈക്വൽ ടു 0. അപ്പം ഈ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും ചേർത്തിട്ടാണ് we will get these relations, that is a1 square plus b1 square is equal to 1 and a2 square plus b2 square is equal to 1, and the another relation is that a1 a2 plus b1 b2 is equal to 0. Okay, now let's see, since s orbital is spherically symmetrical, നമുക്കറിയാം s orbitalന്റെ ഷേപ്പ് എന്താ? ഇതാണ് നമ്മുടെ s orbital എന്ന് പറയുന്നത്, spherically symmetrical ആണ്. And the two hybrid orbitals phi 1 and phi 2 are equivalent. The share of s function is equal in both phi 1 and phi 2. അപ്പം s ഫംഗ്ഷന് എങ്ങനെയായിരിക്കും എന്ന്, അപ്പം നമ്മളുടെ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിനകത്ത് തന്നെ പറഞ്ഞു, ഓരോ ഹൈബ്രിഡ് ഓർബിറ്റൽസും എങ്ങനെയാ ഇക്വലന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇക്വലന്റ് ആണ് ഓരോ ഹൈബ്രിഡ് ഓർബിറ്റൽസും. നമുക്ക് എസ് ഓർബിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എസ് ഓർബിറ്റൽ സ്ഫെറിക്കലി സിമെട്രിക്കലും ആണ്. അതുകൊണ്ട് the share of s function is equal in both phi 1 and phi 2. Okay, now that is a1 square is equal to a2 square is equal to 1 by 2. 1 എന്ന് പറയുന്ന ഒരു സ്ഫിയർ, അപ്പോൾ അതിന്റെ ഹാഫ് എന്തിലേക്ക് പോകും? a1 സ്ക്വയർ ആയിട്ടും പോകും. ആൻഡ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ദാറ്റ് ഈസ് a2 സ്ക്വയർ എന്ന് പറയുന്നത് എന്തായി? 1 by 2. Okay, or a1 is equal to a2, we can write it as 1 by root of 2. ക്ലിയർ ആയല്ലോ? എന്തുകൊണ്ടാണെന്നുള്ള മനസ്സിലായല്ലോ?
എസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന എസ് ഓർബിറ്റൽ എന്താണ്? സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ്. psi1 and psi2 are equivalent. അതുകൊണ്ട് ഓക്കെ. നൗ ഇപ്പൊ നമുക്ക് a1ന്റെയും a2ന്റെയും വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് ആരുടെയൊക്കെ കിട്ടിയാൽ മതി? b1ന്റെയും b2ന്റെ വാല്യൂസ് കിട്ടിയാൽ മതി. ഇക്വേഷൻ എടുക്കുക. a1 square plus b1 square is equal to 1. That implies 1/2. That is a1 square ന് പകരം നമ്മൾ 1/2 കൊടുത്തു. Plus b1 square is equal to 1. Or b1 is equal to 1 by square root 2. അപ്പോൾ b1 കിട്ടി. Therefore, the first wave function ന്റെ നമുക്കൊരു ഇതുണ്ടായിരുന്നല്ലോ. That is psi1 is equal to a1s plus b1p എന്നായിരുന്നല്ലോ. അപ്പോൾ a1 ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 1/√2 ഇട്ടു. അതുപോലെ തന്നെ b1 ന് പകരം എന്ത് ഇട്ടു? 1/√2. Therefore, we will get the equation psi1 is equal to 1 by square root 2 into s plus p. Clear ആയല്ലോ? Now our next task is to find out the value of b2. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എടുക്കുന്ന ഈ റിലേഷൻഷിപ്പ് ആണ്. That is a1 a2 plus b1 b2 is equal to 0. അങ്ങനെയാണെങ്കിൽ a1 അറിയാം, a2 അറിയാം, b1 അറിയാം. So here we will get b2 value as minus 1 by root 2. Therefore, the second wave function can be written as psi2 is equal to 1 by square root of 2 into s minus p. And നമുക്ക് എസ് വേവ് ഫംഗ്ഷൻ്റെയും പി വേവ് ഫംഗ്ഷൻ്റെയും നമുക്ക് അതിൻ്റെ വേവ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ ഉണ്ട്. വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ്? ഇത് എസ് ഓർബിറ്റൽ നമ്മൾ അങ്ങ് കൊടുത്തിരിക്കുകയാണ്. എസ് ഓർബിറ്റൽ കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ ഉണ്ട്. സോ വി ഹാവ് ടു പുട്ട് ദാറ്റ് വേവ് ഫംഗ്ഷൻ ഹിയർ ആൻഡ് 1 by square root 2 കൊടുത്തു. എസിന് 1 ആൻഡ് പി കറസ്പോണ്ട്സ് ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 cos theta. ഇത് നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ അത് പി എക്സ് പി വൈ പി നമ്മുടെ ഓർബിറ്റൽസിനെ കുറിച്ച് അല്ലെങ്കിൽ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയമുണ്ടല്ലോ, അവിടെയാണ് നമ്മളിത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ. സോ ഈ psi1നെ നമ്മളത് തീറ്റയുടെ ടേംസിൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണിത്. And similarly, f2 can be written as 1 by square root of 2 into 1 minus root 3 cos theta. ഓക്കെ. ഇനിയാണ് നമ്മുടെ ഷേപ്പിലേക്ക് വരുന്നത്. ഓക്കെ. നോക്കാം. എഫ് ആൻഡ് f2 ആർ മാക്സിമം. f1ഉം f2 അതായത് നമ്മൾ ഈ തീറ്റ വാല്യൂസ് സീറോസ് തൊട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പല വാല്യൂസും തീറ്റയ്ക്ക് ഇട്ട് കൊടുക്കുക. തീറ്റയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ f1 പ്ലോട്ട് ചെയ്യുക. സിമിലർലി തീറ്റയ്ക്ക് പല വാല്യൂസ് ഇട്ട് കൊടുത്ത് f2ഉം പ്ലോട്ട് ചെയ്യുക. And it is found that f1 and f2 are maximum for theta is equal to 0 in the plus z direction and theta is equal to pi that is in the minus z direction. Okay, അതായത് 180 separation എന്നുള്ളതാണ് അല്ലേ. 0 to pi എന്ന് പറയുന്നത് എന്താ? 180 degrees അല്ലേ. The value അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ f1 f2 കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഓർത്തോണം. വെറുതെ അങ്ങ് കൊടുത്തിരിക്കുകയല്ല. f1 സ്ക്വയർ ആണ് ശരിക്കും കൊടുക്കുന്നത്. f1 സ്ക്വയർ ആൻഡ് f2 സ്ക്വയർ പ്രോബബിലിറ്റി അത് കിട്ടുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് f1 ആൻഡ് f2 ആർ മാക്സിമം ഫോർ theta is equal to 0 and theta is equal to pi. Okay, and the value of maximum in either case is 1.932, which is greater than for pure 2s orbital or a pure 2p orbital. Okay, അപ്പം ഈ maximum value ആണ് നമുക്ക് കിട്ടുന്നത്. ആ വാല്യൂ എന്തിനേക്കാളും കൂടെ പ്യുവർ 2s ഓർബിറ്റലിനെക്കാട്ടിലും 2p ഓർബിറ്റലിനെക്കാട്ടിലും കൂടിയ പ്രോബബിലിറ്റി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എഫ് വാല്യൂസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് കൊടുത്തത്? Therefore, the sp hybrid orbital is directed towards only either plus z or minus z, the angle between the two being 180. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ 180 ഡിഗ്രീസ് ആണെന്ന് പറയുന്നത്. അപ്പൊ sp ഹൈബ്രിഡൈസേഷൻ മൂലം എന്ത് വരുന്നു? 180 ഡിഗ്രീസിലാണ് അതിന് മാക്സിമം പ്രോബബിലിറ്റി കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അവർക്ക് ലീനിയർ ഷേപ്പ് ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് ദ പോളാർ പ്ലോട്ട്സ് ഓഫ് f1 ആൻഡ് f2 അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്.
Z ഡയറക്ഷനിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ we will get നമ്മുടെ F1 ഉം F2 ഉം പ്ലോട്ട് ചെയ്യുമ്പോൾ we will get the plot like this. We will get a plot like this. sp hybrid orbitalന്റെ പ്ലോട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ വെറുതെ അങ്ങ് പറയുവല്ല, നമ്മൾ ഈ തീറ്റ വാല്യൂസ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് 0 to 360 ഡിഗ്രി വരെയും നമ്മൾ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്യും. ഓരോ പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് അതിനെ ചേർത്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുന്നത്. ആൻഡ് ദ എഫ് വാല്യൂസ് ആർ ഓൾസോ കാൽക്കുലേറ്റഡ്. ക്ലിയർ ആയല്ലോ? അതാണ് sp ഓർബിറ്റലിന്റെ sp ഹൈബ്രിഡൈസേഷനകത്ത് വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഇതേ ട്രീറ്റ്മെന്റ് ഓർത്തോഗണാലിറ്റിയും അതുപോലെ തന്നെ നോർമലൈസേഷനും അസൈൻ ചെയ്തിട്ടാണ് sp2 ഹൈബ്രിഡൈസേഷനും sp3 ഹൈബ്രിഡൈസേഷനും സോൾവ് ചെയ്യുന്നത്. Now let's see sp2 hybridization. Here the 3 sp2 hybrid orbitals formed by the combination of an s orbital, 2 and 2 p orbitals and can be represented like this. ഇവിടെ ഞാൻ ഒരു സിംഗിൾ ഇക്വേഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ എക്സാമിനേഷന് ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് psi1 psi2 psi3 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഹിയർ അപ്പോൾ നമുക്ക് 3 വേവ് ഫങ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് psi1 psi2 ആൻഡ് psi3. അത് നമുക്ക് പ്രത്യേകമായിട്ട് എഴുതണം. Now since the 3 hybrid orbitals are equivalent, the single s character. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ് s ഓർബിറ്റൽ എന്ന് പറയുന്നത്. സ്ഫെറിക്കലി സിമെട്രിക്കൽ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 3 എണ്ണവുമായിട്ട് ഈക്വലി ഷെയർ ചെയ്യുന്നു. Therefore a1 square is equal to a2 square is equal to a3 square is equal to 1/√3. മനസ്സിലായല്ലോ എങ്ങനെയാ വന്നത്? ബിക്കോസ് എന്താണ്, ഒന്നിനെ 3 ആയിട്ട് ഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ്. Now one of the 3 hybrid orbitals, say phi1, may be assigned in any direction. അപ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ ഒരു സിംഗിൾ ഡയറക്ഷൻ, ഇപ്പം psi1 എന്നുള്ള ഇതുണ്ടല്ലോ, psi1നെ നമ്മൾ ഒരിടത്തോട്ട് അങ്ങ് ഫിക്സ് ചെയ്യുക. അവൻ നിൽക്കുന്നത് x ആക്സിസിലാണ്, അല്ലെങ്കിൽ y ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ z ഡയറക്ഷൻ. നമ്മൾ ഒരെണ്ണത്തിനെ ആർബിട്രറി ആയിട്ട് അങ്ങ് അസൈൻ ചെയ്യുക. ഓക്കെ, അസൈൻ ചെയ്തിട്ട് അപ്പോൾ ഒരെണ്ണത്തിന്റെ പൊസിഷൻ അങ്ങ് ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന x ആക്സിസിൽ ഫിക്സ് ചെയ്തു. Then there will be no contribution from py. അപ്പം px ഉം py ഉണ്ടല്ലോ. അപ്പൊ px കോർഡിനേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തപ്പോഴത്തേക്കും psi1നകത്ത് ആര് വരുന്നില്ല, py എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ വരുന്നില്ല. മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് py വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഈ c1 എന്ന് പറയുന്ന സാധനം എന്തായി മാറി, 0 ആയിട്ട് മാറി. ഓക്കെ, ഞാൻ അത് ഇക്വേഷൻ ഒന്നുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് എഴുതിയേക്കാം. ദാറ്റ് ഈസ് psi1 is equal to a1s plus b1s plus c1s, sorry, ഇവിടെ px py and psi2 is equal to a2s plus b2px plus c2py. Then psi3 is equal to a2s plus b2px plus c3py. ഇല്ലേ? അപ്പം നമ്മൾ ഈ തൽക്കാലം ഈ ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യത്തെ psi1 എന്നുള്ളത് എടുക്കുമ്പോഴത്തേക്കും x ഡയറക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. അതുകൊണ്ട് ഇതിനകത്ത് എന്ത് y കോർഡിനേറ്റ് വരത്തില്ല. അതുകൊണ്ട് എന്തായി മാറി, c1 എന്ന് പറയുന്നത് എന്തായി മാറി, 0 ആയിട്ട് മാറി. ഓക്കെ, now the normalization condition requires that ഇവിടെ നോർമലൈസേഷനും ഓർത്തോഗണാലിറ്റിയും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. It requires that a1 square plus b1 square plus c1 square is equal to 1, or a1 square plus b1 square is equal to 1. Why? Because c1 is equal to 0. Okay, then substitute the value of a1 square, that is 1/3, plus b1 square is equal to 1, or b1 is equal to square root of 2/3. For the first equation, psi1 എന്ന് പറയുന്നത് എന്താ, അവിടെ py യുടെ കോൺട്രിബ്യൂഷൻ ഇല്ല. ദാറ്റ് ഈസ് 1/√3 s plus square root of 2/3 px. Similarly, by orthogonality of since psi1 and psi2 are orthogonal,
അപ്പോൾ നമുക്ക് എന്താ എഴുതാം? a1 a2 plus b1 b2 plus c1 c2 is equal to 0. അങ്ങനെയാണെങ്കിൽ 1/3 plus square root of 2/3 b2, കാരണം എന്താ b1 ന്റെ വാല്യൂ നമുക്ക് 2/3 square root of 2/3 അറിയാം. That b2 is equal to 0, കാരണം ഇവിടെ c1 എന്ന് പറയുന്നത് എന്തായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ 0 into c2 എന്ന് പറയുന്നത് again it is 0. Therefore b2 ന്റെ വാല്യൂ എന്തായി കിട്ടി? -1/√6. ഓക്കെ, അപ്പം നമുക്ക് b2 കിട്ടി, a2 കിട്ടി, a2 അറിയാം, b2 കിട്ടി, b1 കിട്ടി. Now by normalization of psi 2 നെ നോർമലൈസ് ചെയ്യുവാണെങ്കിൽ that is a2 square plus b2 square plus c2 square is equal to 1, that is 1/3 plus 1/6 b2 ന്റെ വാല്യൂ ഇട്ടു. then c2 square is equal to 1, അങ്ങനെയാണെങ്കിൽ c2 is equal to 1/√2. therefore the value of psi 2 is 1/√s square root of 3 into s minus 1/√6 into px plus 1/√2 py. okay, now similarly പിന്നെ നമുക്ക് ഇനി ആരെയൊക്കെ കിട്ടണം? a3 അറിയാം, നമുക്ക് b3 അറിയണം, c3 അറിയണം. ഓക്കെ, അതുപോലെ തന്നെ ഓർത്തോഗണാലിറ്റി അപ്ലൈ ചെയ്യുക. then we will get the value of b3 as -1/√6. then orthogonality of psi1 and psi2 apply ചെയ്യുമ്പോഴത്തേക്കും we will get the value of c3 as -1/√2. then substitute, then therefore we will get psi3 value like this. okay, psi3 യുടെ വാല്യൂ നമുക്ക് കിട്ടി. then നമ്മൾ ഇതുപോലെ തന്നെ substituting the angular parts of 2s 2px and 2py atomic orbitals, അതിനകത്ത് കോമൺ 1/√4π കോമൺ ഫാക്ടർ ആണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ തൽക്കാലം. എന്തായാലും ഇൻ ടേംസ് ഓഫ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ നമുക്ക് ഈ 3 ഇക്വേഷൻസും എന്ത് ചെയ്യാം? സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് തീറ്റ ആൻഡ് ഫൈ എന്ന് പറയുന്ന 2 ആംഗിൾസ് വരുന്നുണ്ട്. ഓക്കെ, then ഇവിടെ നോക്കേണ്ടത് if two of the hybridization functions f1 and f2 indicate directions in the xy plane. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താ? f1 ഉം f2 ഉം xy പ്ലെയിനിലാണ് നിൽക്കുന്നതെന്ന് വെക്കുക. for which theta is equal to 90 degree. The hybrid orbital which is equivalent to f1 shows a maximum value of 1.992 and is found to be at an angle of 120 with respect to the latter. The same value of 1.992 is obtained for f3 also when theta is equal to 90 and phi is equal to 240. So നമ്മൾ ഓരോന്നിനെ നമ്മൾ ഇതുപോലെ തന്നെ പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും we can see that phi values ഇങ്ങനെ 240 ഡിഗ്രീസിൽ അല്ലെങ്കിൽ 120 ഡിഗ്രി കഴിഞ്ഞ് 240 ഡിഗ്രിയിൽ നമുക്ക് ഒരു പ്ലാനാർ സ്ട്രക്ചർ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് അവിടെയാണ് എഫ് വാല്യൂസ് എന്തായി വരുന്നത്? മാക്സിമം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തീറ്റ ഫൈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? മാറി മാറി ഇട്ട് കൊടുക്കണം. മാറി മാറി ഇട്ട് കൊടുത്തിട്ട് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് we will get a curve like we will get the hybrid orbitals like this. ഓക്കെ, എൻ്റെ പടത്തിന് വലിയ ഭംഗിയൊന്നുമില്ല, നിങ്ങൾ നന്നായിട്ട് വരയ്ക്കുക കേട്ടോ. Now, similarly, thus we have 3 equivalent sp2 hybrid orbitals that form angles of 120 degrees with each other in the xy plane. Now, the third type of hybridization is sp3 hybridization. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ട്രിക്ക് മനസ്സിലാക്കി കാണും. ഇതിനകത്ത് മറ്റൊന്നും ചെയ്യുന്നില്ല, മാത്തമാറ്റിക്സിലെ സിമ്പിൾ സോൾവ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഓർത്തോഗണൽ പ്രിൻസിപ്പിളും നമ്മൾ നോക്കുന്നുണ്ട്, നോർമലൈസേഷനും നോക്കുന്നുണ്ട്. അത് മാത്രം വെച്ചിട്ടാണ് ഇത് ഇത്രയും സോൾവ് ചെയ്ത് വരുന്നത്. ഇവിടെ sp3 ആകുമ്പോഴത്തേക്ക് ഒരു എസും 4 പിയും ദെൻ നമുക്ക് അതിൻ്റെ സൈ ഫംഗ്ഷനെ സൈ ഐ എന്ന് പറയുന്ന ഈ രീതിയിൽ എഴുതാം. സിമിലർലി the coefficients are then evaluated using orthogonality and normalization as follows.
since the charge density of s orbital is distributed equally among all the four hybrid orbitals. ഇത് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എല്ലാത്തിനകത്തും ഒരേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, that is a1 square is equal to a2 square is equal to a3 square is equal to a4 square is equal to 1 by 4. Therefore a1, a2, a3, a4 are equal to 1 by 2. Then psi1 be on the x-axis. ഒരു ഫംഗ്ഷനെ നമ്മൾ x-axisലേക്ക് ഫിക്സ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ pxഉം x-axis ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ pz കോർഡിനേറ്റും py കോർഡിനേറ്റും വരത്തില്ല psi1നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണെങ്കിൽ c1 is equal to c2 d1 is equal to 0 ആയിരിക്കും. സോ then normalize ചെയ്യുക. നമുക്ക് ഓരോന്നിന്റെ വാല്യൂസ് അങ്ങനെ നമുക്ക് കിട്ടും. b1 is equal to square root of 3 by 2. Then applying orthogonal conditions. Okay, orthogonal condition ഇട്ടിട്ട് 3 equation എഴുതിയിരിക്കുകയാണ്. Then b2 is equal to b3 is equal to b4. That is a1 is by a2 divided by b1 is equal to 1 by minus 1 by 2 into root 3. Assuming that psi2 lies in the xy plane, that is c2 is equal to 0. Normalization apply d2 ന്റെ value കിട്ടി. Okay, then applying the orthogonal conditions. Orthogonal condition എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത് കിട്ടി. അതിൽ നിന്ന് 3 ഇക്വേഷൻസ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ d3യും d4 സെയിം ആയിട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 by square root of 6. Similarly c3 യുടെ വാല്യൂ c4 യുടെ വാല്യൂ. Hence the wave functions of hybridized orbitals are. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ we can write it as psi1 is equal to 1 by 2s into plus 3 by root 3 by 2 px then psi2 then ഇതായിരുന്നു psi3 value and psi4 values. Okay, so ഇത്രയും വേവ് ഫംഗ്ഷൻസിനെ നമുക്ക് കിട്ടി. സിമ്പിൾ നമ്മൾ ഈ പറഞ്ഞ ഓർത്തോനോർമലും ഓർത്തോഗണലും നോർമലൈസേഷനും വെച്ചിട്ടാണ് എല്ലാ ഫംഗ്ഷനെയും കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എസിനെയും പി ഓർബിറ്റൽസിൻ്റെയും എന്താണ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ നിർബന്ധമില്ല. അവിടെയും തീറ്റ ആൻഡ് ഫൈ ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. ദെൻ വി ഹാവ് ടു പ്ലോട്ട് അല്ലേ. ഒരെണ്ണത്തിന് നമ്മൾ XY പ്ലെയിനിൽ നിർത്തുക, psi1നെ നമ്മൾ XY പ്ലെയിനിൽ നിർത്തിയിട്ട് ബാക്കി ഓരോന്നിനെയും പ്ലോട്ട് ചെയ്യുക. ആൻഡ് if it is found that it makes an angle psi1, psi2, psi3 and psi4 make angles of 109 degree 28 minutes with each other, and that all four hybrid orbitals have the same maximum value of 2. Okay, this angle corresponds to tetrahedral angle. Accordingly, sp3 hybridization leads to 4 equivalent tetrahedrally oriented orbitals. So this is the structure of this sp3 hybridized orbital. Okay, നമുക്ക് അത് വേണമെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ഒരു ക്യൂബിനുള്ളിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇവിടെയാണ് തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരാൾ പോയി പോട്ടെ ഞാൻ വരയ്ക്കുന്നതിന് അത്ര ഭംഗിയൊന്നും കാണത്തില്ല. ജ്യോതി അതിനകത്ത് നമ്മുടെ ഇപ്പം മെയിൻ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഒരെണ്ണം ഇവിടോട്ട് വരും, അതായത് ഡയറക്ഷനൽ ഇങ്ങനെ വരും, ഇങ്ങോട്ട് വരും. ഓക്കെ, നമ്മുടെ ആറ്റം ഇവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ ഓരോന്നും ഇങ്ങോട്ട്, പിന്നെ ഇവിടെ ഒരെണ്ണം നിൽക്കും, പിന്നെ ഇവിടെ.
ഓക്കെ. ഇങ്ങനെ 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 ഈ രീതിയിലായിരിക്കും ആ മോളിക്യൂൾ ആ ഒരു പിന്നെ എന്താണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നത്. Okay, so this is the all regarding this hybridization. I think it's clear to you. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നല്ല യൂട്യൂബ് വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. മറ്റേ മംഗൾ സുന്ദർ സാറിൻ്റെ IIT-യിലെ മംഗൾ സുന്ദർ സാറിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. കാണാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. ഓക്കെ, സോ ഇത്രയും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയാണ് നിങ്ങൾക്ക് അതിനകത്ത് വേണ്ടുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.